ഹായ് ഹലോ വെൽക്കം ടു റൂട്ടെക്സ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതായത് ഞാനൊരു കണ്ണൂരുകാരനാണ്. അപ്പോൾ എൻ്റെ കണ്ണൂർ തന്നെയുള്ള ഈ ബുൾജറ്റ് എന്ന് പറയുന്ന യൂട്യൂബേഴ്സ്, അതായത് ആ, ഈ എബിനും ലിബിനും കേരളം മൊത്തം അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന, അത്യാവശ്യം മലയാളീസിൻ്റെ ഇടയിൽ നല്ല പോപ്പുലാരിറ്റി ഉള്ള രണ്ട് യൂട്യൂബേഴ്സാണ്. അപ്പൊ ഇവര് എൻ്റെ കണ്ണൂർ, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ വളരെ അടുത്ത് 40-45 കിലോമീറ്റർ ഇരിട്ടിക്ക് അടുത്താണ് അവരുടെ വീട്. അത്രേ ദൂരമുള്ളൂ. ഞാൻ ഇവരുടെ നാട്ടിൽ കൂടെയാണ് ഞാൻ എപ്പോഴും ബാംഗ്ലൂർ അങ്ങനെയുള്ള ആ റോഡിൽ മാക്കൂട്ടം ചുരം കയറി വരുന്നത്. അപ്പം വളരെ സ്നേഹമുള്ള ഒരു ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഇവരുടെ വീഡിയോ ഞാൻ കാണുന്ന ആളാണ്. എനിക്ക് ഇവരുടെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഞാൻ വീഡിയോയിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എനിവേ, ഞാൻ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് വളരെ പാവപ്പെട്ട, അതായത് ഞാനും എൻ്റെ ഫാമിലി ഒക്കെ അങ്ങനെ തന്നെയാണ്. ഞാനൊക്കെ ഇപ്പോഴും ഞാനും മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ അച്ഛൻ ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനൊക്കെ ജീവിച്ചു വന്ന സാഹചര്യത്തിന് എൻ്റെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ലൈഫാണ് അവരുടെ. ഇപ്പൊ ഒരു ഏകദേശം ഒരു 6-8 വർഷമായി അവര് ഈ യൂട്യൂബ് ചാനലായിട്ട് കൊണ്ടു നടക്കുന്നു. വളരെ നല്ല രീതിയിലുള്ള ഇൻകം കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ് കിട്ടിയിട്ടുള്ളത്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ മറ്റുള്ളവർ സഹായിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് പഠിക്കാനുള്ള ചിലപ്പോൾ ബുദ്ധി വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പല പല ആൾക്കാരും അങ്ങനെയാണല്ലോ. ഒരു സമയത്ത് പിന്നെ നമ്മുടെ ഒരു ഏജ് ഉണ്ട്, ആ ഏജിൽ കളിച്ച് നടക്കാൻ തോന്നും, അല്ലെങ്കിൽ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ പഠിക്കില്ല. അങ്ങനെയുള്ള എല്ലാ ആൺകുട്ടികൾക്കും ഉണ്ടാകുന്ന ചില ഡ്രോബാക്ക് അവർക്കും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ സഹായിക്കാൻ ആളില്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. അവർ ജീവിച്ച ആ സാഹചര്യത്തിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് സഹായിക്കാൻ ഒരുപാട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ആ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പള്ളിയും മഠവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടുത്താണ് അവർ ജീവിച്ചു പോകുന്നത്. എനിവേ, എന്ത് തന്നെയല്ല, അവരുടെ പഴയ കാലങ്ങളൊക്കെ പോട്ടെ, അവര് അവരുടേതായ ഒരു തനതായ ശൈലിയിലെ വീഡിയോസും കാര്യങ്ങളും വ്ലോഗ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അവര് നല്ല രീതിയിൽ ഇപ്പം റീച്ചായി, നല്ല എമൗണ്ട് ഏൺ ചെയ്യുന്നു, വീട് വെച്ചു, കാര്യങ്ങൾ വെച്ചു. പക്ഷെ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ അവർ റീസെന്റ് ആയിട്ട് ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റാലിയൻ വണ്ടി, പഴയ വണ്ടി പത്താൻകോട്ട് പോയിട്ട് അവർ വാങ്ങിയ സ്റ്റൈലും അവിടെ നിന്ന് പണിയെടുപ്പിച്ച് കൊണ്ടുവന്നു, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ട്, നല്ല രസമുണ്ട്. മറ്റൊരാളും ചെയ്യാത്ത പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കി വരുന്നത്, ഇവർക്ക് മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവർക്ക് അതൊന്നെങ്കിൽ അവരുടെ കൂടെ കൂടുന്ന ആൾക്കാർ അത് ഒന്നെങ്കിൽ അവരെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അവർക്ക് ഇപ്പൊ കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അവരെ കുറെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പല സംഭവങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതലായിട്ട് ആൾക്കാരെ ആരെ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. എന്ത് തന്നെയായാലും അവർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോഴും അവര് ഒരു ഇതൊരു പ്രൊഫഷൻ, അവർക്ക് സത്യം പറഞ്ഞാൽ വേറൊരു വരുമാന മാർഗം അവർക്ക് ഇല്ല കണ്ടെടുത്തോളം. പിന്നെ അവർ പല രീതിയിൽ പല കാര്യത്തിൽ ഇറങ്ങിയിട്ട് അവർ കുഴി ചാടി അവരുടെ പൈസ നഷ്ടപ്പെടാം. അവർ ഇതേപോലെ ഹാർഡ് ഏൺ മണിയാണ് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ്. അത് അവർക്ക്, എനിക്ക് തോന്നുന്നു, അവർക്ക് ഇനി പൈസ കിട്ടുന്നതിന്റെ അളവ് കൂടിപ്പോകുന്നതുകൊണ്ടാണോ അവർക്ക് ഈ ഒരു ചിന്ത ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് നമുക്കിപ്പം ലൈക്ക് ഒരു 50,000 രൂപ ശമ്പളമുള്ള ഒരാളാണെന്ന് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവർക്കും ഒരു ചിന്തയുണ്ടാവും. ഇത് ഒരു വരുമാനം ഇതിൽ പരിധിയിൽ കൂടുതൽ അവർക്ക് പൈസ കിട്ടുന്നതുകൊണ്ടാവാം അവർക്ക് ഒരു കൃത്യമായ അവർ മണി പ്ലാൻ ചെയ്യുന്നില്ല, മണി മാനേജ്മെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ല, അവരത് ചിന്തിക്കുന്നില്ല. ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അവർ ആ റീസെന്റ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ, അവർ ആ വീഡിയോ വണ്ടി വാങ്ങിയിട്ട് ആ നാട്ടിൽ അവർക്ക് വ്യക്തമായിട്ട് അവിടെ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ നാട്ടിൽ പണിയെടുപ്പിച്ചാലും ഈ നാട്ടിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും അവർക്ക് അത് അവര് പറയുന്നില്ല ചൊവ്വാവില്ല എന്ന് അവര് പറയുന്നുണ്ട്. നാട്ടിൽ പോയിട്ട് തന്നെ ചെയ്യണം, അവരെന്ത് തന്നെയാലും നാട്ടിൽ വന്നിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്തിനാണ് അവിടുന്ന് ഒരു 10-30,000 രൂപയുടെ ലൈറ്റ് വാങ്ങിയത്? സഫീഷ്യന്റ് ആവശ്യമുള്ള 3-4-5 ലൈറ്റ് വാങ്ങി വെച്ചാൽ പോരെ. 30,000 രൂപയാണ് കളഞ്ഞത്. അതേപോലെ അവര് തന്നെ പറഞ്ഞത് പോയി എന്നുള്ളത്. അവരെ പറ്റിച്ചു, അവർ പറ്റിക്കപ്പെട്ടു. എന്നാൽ ഇത് വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിക്കണ്ടേ? ഇല്ല, അവരെന്തിനാണ് അവർക്ക്. പിന്നെ അതുപോലെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊരു പച്ചക്കറി കടയിൽ കയറി അവർ ഭക്ഷണം വെച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അവർ ഭക്ഷണം വെച്ച് കഴിക്കാൻ വേണ്ടി അവർ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. 1/2 കിലോ സാധനം അവര് റോഡ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ സ്ഥലം കിട്ടും, പച്ചക്കറി കാര്യങ്ങളൊക്കെ മാർക്കറ്റുകൾ റോഡ് സൈഡിൽ കിട്ടും. എന്നിട്ട് അവർ വാങ്ങിക്കുന്നതോ 1 കിലോ 2 കിലോ സാധനമൊക്കെ അവർ വാങ്ങിക്കുകയാണ്. എന്നിട്ട് അത് മൊത്തം വലിച്ചും അല്ലെ മറ്റേ ഈ നാശമായി പോവുക. പല ദിവസങ്ങളിലും അവർ ഭക്ഷണം വെക്കുന്നില്ല. അപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർക്ക്
വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വേസ്റ്റ് ചെയ്യുമ്പോൾ എത്രയോ ഇനി പാവപ്പെട്ട ആൾക്കാർ കൊടുക്കുന്നു അതൊന്നും ഞാൻ ആ കമന്റ് ഒന്നും പറയാൻ പോകുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം പൈസ, അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പൈസ അവര് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണ്ടേ. ശരിക്കും പറഞ്ഞാൽ അവരുടെ വീട്ടിൽ തന്നെ എത്ര വണ്ടികളാ, ഒരു കൊറോള, ഒരു അക്കോഡ്, ഒരു ബെൻസ്, ഒരു വേറൊരു ബസ്, ഒരു ഇത്. എന്തിനാ ഇത്ര? അവരൊരു വണ്ടി കച്ചവടക്കാരല്ല. അവർക്ക് ഈ ഫീൽഡ് അറിയില്ല. വണ്ടി കച്ചവടം എന്താണെന്ന് അറിയില്ല, ഒരു വേറൊരു ബിസിനസ് അവർക്ക് അറിയില്ല. അപ്പൊ അവർക്ക് അറിയുന്ന ഈ ഒരു ഫീൽഡിൽ അവരിപ്പൊ ഉണ്ടാക്കുന്നത്, ഞാൻ എൻ്റെ ഒരു ബ്രദേഴ്സ് ആണെന്ന്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം അനിയന്മാരെ പോലെ കണ്ട് എനിക്ക് തോന്നി. കാരണം ഇത്രയും കാലമായിട്ട് വീഡിയോ കണ്ടും ഇഷ്ടപ്പെട്ടും അത്രയും ഒരു ഇഷ്ടത്തോടു കൂടി അവരോട് സംസാരിക്കും. ഈവൻ അതിപ്പോ പറയുന്നത് ശരിയാണെന്ന് അറിയാം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാല് വൃത്തി. അവർക്ക് മുന്നേ ഇതിനെപ്പറ്റി കുറച്ച് ട്രോളും കാര്യങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കുറെ കാലം എയറിലായിരുന്നു. ഞാനതൊരു പർപ്പസ്ഫുള്ളി ഞാൻ പറയുന്ന കാര്യമല്ല. അതായത് ഇപ്പം നമ്മൾ ഈ ലാസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, അവർ പത്താൻകോട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ദിവസം, ഏകദേശം ഒരു മാസത്തോ 20 ദിവസമോ ഒരു മാസം എന്തോ അവരവിടെ നിന്നു. പക്ഷേ ഞാനതിൽ 1-2 വീഡിയോയിൽ ഞാൻ കണ്ടു ഈ ലിബിൻ്റെ ഇവർ ഈ ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഈ ഒരു കൈ കൊണ്ടല്ലേ. അത് എന്താ പറയാ, അവരിങ്ങനെ വീഡിയോ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന കൈയാണ്, നഖം വളർന്ന് നഖത്തിനകത്ത് മൊത്തം ചെളി ഇരുന്നിട്ട് ഇതും കൊണ്ടാണല്ലോ കഴിക്കുന്നതെന്നുള്ളൊരു തോട്ട്. എന്താ പറയാ, ഇത്രയും വീഡിയോ എടുക്കുന്നു, ഇത്രയും വരുമാനം ഉണ്ടാക്കുന്നു, ഇത്രയും റീച്ച് ഉണ്ട്, ഇത് ആൾക്കാർ കാണുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. അവർക്ക് സ്വന്തം കുറെ ലൈറ്റിനും കുറെ സാധനങ്ങൾക്കും കുറെ അൺനെസസറി കുറെ പൈസ അവർക്ക് ചെലവാക്കാനുണ്ട്. സ്വന്തം ശരീരം നോക്കാൻ ഒരു നഖം വെട്ടി വാങ്ങിക്കാൻ അവർക്ക് പൈസ ഇല്ല. എങ്ങനെയുണ്ട്? അതാണ് അവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. കാര്യം അവർക്കത് ആവശ്യമില്ല, അതാണ് അവരുടെ ഇത്. അപ്പോൾ ഇത് നോട്ടീസ് ചെയ്ത് പറയുന്നതെന്ന് ആരും കരുതണ്ട. ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്, അതിനകത്ത് കണ്ട കാര്യമാണ്. കാര്യം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു നഖം വെട്ടി വാങ്ങിക്കുക, നെയിൽ കട്ടർ വാങ്ങിക്കാൻ അവർക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം ശരീരം നോക്കാൻ, ഇപ്പൊ ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ, അവർ നാട്ടിലെത്തിയ വീഡിയോയിൽ അടിയിൽ ഒരു കമന്റ് എന്താണ്, അച്ഛൻ ടിപ് ടോപ്പായി നടക്കുന്നു, മക്കള് ട്രൗസർ ഇട്ട് നടക്കുന്നു. അല്ല, അത് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലാണ്, അത് എന്തോ ആവട്ടെ. പക്ഷെ അത് എത്രത്തോളം നീറ്റായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ നോക്കട്ടെ. അവരുടെ ശരീരം അവർ നോക്കണ്ടേ. അപ്പം മക്കളെ, നിങ്ങൾ പൈസ നിങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, നിങ്ങളത് കുറച്ചൊക്കെ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടും കുറച്ചൊക്കെ നിങ്ങളുടെ സേവിങ്സിന് വേണ്ടിയിട്ടും നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. എന്തായാലും ഇവർ ഇപ്പം ഈ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പം സുജിത് ഭക്തനായിക്കോട്ടെ, അല്ലെ മറ്റേതെങ്കിലും പിന്നെ ട്രാവലിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവർ ഈ ബ്ലോഗിങ് ഫീൽഡിൽ നിൽക്കുന്ന പല ആൾക്കാരും അവരുടെ ഒരു പ്രൊഫഷനായി കണ്ടിട്ട് അതിനെ പ്രൊഫഷണലായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം സുജിത് ഭക്തൻ അവരൊക്കെ എത്ര ക്വാളിറ്റിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എത്ര നല്ല ഇതുണ്ട്. ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോ പൈസ അൺനെസസറി പൈസ മുടക്കും, വണ്ടി എടുത്ത് വെച്ചിട്ട് അത് അതിന് പണിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പേരെന്താ, ഒരു തകരപ്പാട്ട കൊണ്ടുവന്നിട്ട് പണിയെടുപ്പിച്ച് വർക്ക്ഷോപ്പിൽ കയറ്റി വണ്ടിയാണ്, ശരിയാണ്, പണിയെടുക്കേണ്ടി വരും. ശരിക്കും അവരുടെ എന്നാ പിന്നെ അവരുടെ വണ്ടി വർക്ക്ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത് അതുമില്ല. ഇത് എന്താണെന്നുള്ളത് മുന്നിൽ കാണാതെ, അല്ലെങ്കിൽ ഇവരിങ്ങനെ എന്താ പറയാ, ആ പൈസ അവരുടെ ഹാർഡ് ഏൺ മണി അവർ വേസ്റ്റ് ചെയ്യാണ്. അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം. ഒന്നെങ്കിൽ കൂടെയുള്ള ആൾക്കാർ അത് ഇങ്ങനെയല്ല അങ്ങനെയാന്ന്, ഈ ജോമി സാറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ നല്ല കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് അവരിപ്പോ തന്നെ പറഞ്ഞ 40 ലക്ഷം 45 ലക്ഷം കടമുണ്ട്, അതേപോലെ മറ്റുള്ളവർക്കാർക്ക് കൊടുക്കാനുണ്ട്, വീട്ടിലാരുടെയും സ്വർണ്ണമില്ല, കാര്യങ്ങളില്ല. എല്ലാവരും ബിസിനസ്സുകാരൊക്കെ ശരിക്കും പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവരും ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ്. ആ രീതിയിൽ അവരത് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണല്ലോ ഇതിനുള്ള റിട്ടേൺ കിട്ടുക. നമുക്ക് റിസ്ക് എടുക്കാം, ആ റിസ്ക് എടുക്കുന്നതിന് റിട്ടേൺ കിട്ടുമ്പം ആ കിട്ടുന്നത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് വെക്കണ്ടേ. അതവർ ചെയ്തിട്ടില്ല. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പോ ഇപ്പോഴും അവർ ഇതിനെ എപ്പോൾ ഇനി പഠിക്കാനാണ്? അവരിപ്പോ ചെറുപ്പമാണ്, 10-30 വയസ്സേ ആയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് എത്ര കാലം ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും? അപ്പൊ അതിനുള്ളിൽ അവർ ഇൻകം ഉണ്ട്. അപ്പൊ ഇപ്പം വരുന്ന ഇൻകത്തിനെ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ എന്താ, കുറച്ച് വണ്ടി വിൽക്കുന്നു അല്ലെ മറ്റേന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വരും.
ഞങ്ങളുടെ വണ്ടിയെല്ലാം കൊടുക്കാണ്, ഇവിടെ ആരും ഓടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ലിബി പറയും. അത് പിന്നെ വളരെ ഇവിടെ ആരും അത് ഉപയോഗിക്കാനില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് മാടയാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇത് വിൽക്കാൻ ശ്രമിക്കും. ഇപ്പൊ ആ ബസ് വിൽക്കാൻ ശ്രമിച്ചിട്ട് ആരെങ്കിലും എടുത്തോ? ഇല്ല. അങ്ങനെ ഇവര് ചിന്തിക്കുന്നില്ല അവരുടെ പൈസ ഓരോ ദിവസം വെറുതെ ഡെഡ് മണി ആയിട്ട് ഇങ്ങനെ കിടന്ന് പോവുകയാണ് എന്നുള്ളത്. അത് ഇവർക്ക് എൻ്റെ ഒരേ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ട്, നിങ്ങളൊന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം പൈസയാണ് ഇത്. അത് പണം ഇല്ലാതെ വരുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. ഒരു പട്ടിക്കുഞ്ഞും സഹായിക്കാനുണ്ടാവില്ല, ഒരു വീട്ടുകാരും ഉണ്ടാവില്ല, ഒരു ഫ്രണ്ട്സും ഉണ്ടാവില്ല. ശരി, അത് വളരെയധികം ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. സോ ഈ ഫെയിമും കാര്യങ്ങളും ഇപ്പോഴത്തെ ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒരു ഡീസൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്താൽ അവർക്ക് കുറച്ചും കൂടെ നല്ല പോലെ അവരുടെ ഈ എന്താ പറയുക പ്രസന്റേഷൻ സ്റ്റൈൽ ഒന്നും മാറ്റണമെന്നില്ല. അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് അവർ ഉണ്ടാക്കുന്ന ഇൻകം നല്ല രീതിയിൽ അവർക്ക് ഭാവിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാര്യം അത് ഇവർ ഇന്നുണ്ടാക്കുന്നു, കുറെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, കുറെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങൂ, ആവശ്യമുള്ളത് മാത്രം വാങ്ങൂ. കുറെ 100ന്റെ സാധനത്തിന് 1000ന്റെ സാധനം മേടിച്ചുകൊണ്ട് വെച്ചിട്ട് എന്തിനാണ് വേസ്റ്റ് ആയി കളയുന്നത്? നിങ്ങളുടെ പൈസയാണ്, എനിക്ക് ആവശ്യമില്ല, മറ്റുള്ളവർക്ക് ആവശ്യമില്ല. ഇവര് കണ്ട് ശരിക്കും പല ആൾക്കാർക്കും വീഡിയോ കാണുന്ന വളരെ ഒരു ചെറിയൊരു പ്രായത്തിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര വിധസംഭവമായിട്ട് തോന്നും. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ പുച്ഛമാണ്. കാരണം നിങ്ങൾ എന്തായി ഇവര് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള വീഡിയോ കാണും, ഒഴിവാക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇത് മൈൻഡിൽ പോലും ആർക്കും ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. വെറുതെ കണ്ടുപോകുന്നു, നിങ്ങൾ ആ പൈസ ഉണ്ടാക്കുന്നു, ആ പൈസ എന്നിട്ട് അത് വേറെ വഴിക്ക് പോകും. ഇതാണ് നിങ്ങൾ ഇനിയെങ്കിലും മക്കളെ പ്ലീസ്, നിങ്ങൾ എന്താ പറയാ, ഒരു വരുമാനം നിങ്ങൾ ഉണ്ടാക്കുന്ന ഹാർഡ് ഏൺ മണി നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നത്തിലേക്ക് നിങ്ങൾ പോകും. ഇതൊക്കെ എത്ര കാലം എങ്ങനെയെന്നല്ല, നിങ്ങൾക്ക് നല്ല റീച്ച് ഉണ്ട്, നല്ല വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ട്. പ്ലീസ് നിങ്ങൾ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യൂ. ഒരു ബ്രദർ പറയുന്നതാന്ന് വിചാരിച്ചാൽ മതി.